ഹലോ വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. 50 ഡേയ്സ് ചലഞ്ച് ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ശംഖാണ്. അപ്പോൾ ശംഖ് എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ബുക്കിൻ്റെ സെൻറ്ററിലായിട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ആ വെർട്ടിക്കൽ ലൈന് സെൻറ്ററിലൂടെ പോകുന്ന രീതിയിൽ ആദ്യം ഒരു വലിയ സർക്കിൾ വരയ്ക്കാം. വലിയ സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ അതിനോട് ചേർത്ത് അതിനേക്കാളും ചെറിയൊരു സർക്കിളോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓവൽ ഷേപ്പോ വരച്ചു കൊടുക്കാം. ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ചെറിയ സർക്കിൾ, അത്രയും വേണ്ട, ചെറിയൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ 2 സർക്കിൾസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് നമുക്കിതിനെ എന്താക്കാം, ശംഖാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് ആദ്യം വരച്ച ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ സെൻറ്ററിൽ വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് വളച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ പതുക്കെ കൊണ്ടുവന്ന് രണ്ടാമത്തെ സർക്കിളിൻ്റെ താഴത്തേക്ക് കറക്റ്റ് വെർട്ടിക്കൽ ലൈൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്ന് ചുറ്റി എടുക്കുക. ഇതാണ് ആ ബേസ് ആയിട്ടുള്ള ഒരു ഷേപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു ചുറ്റിക്കെട്ടോട് തുടങ്ങിയിട്ട് താഴെ വരുമ്പം ചെറുതായിട്ട് വരിക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ആ ചുറ്റിക്കെട്ടിയതിൽ നിന്ന് തന്നെ ഡിസൈൻ വരച്ച് മുകളിലേക്ക് ആ ഒരു ഷേപ്പ് കൊണ്ടുവരിക. ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിപ്പം ചെറുപ്പമായി പോകുമോ എന്നുള്ള സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 സർക്കിൾസ് വരച്ച് കാണിച്ചത്. ഇനി മുകളിലെ ട്രയാങ്കിളിൽ നമുക്ക് ആ ഒരു മുകളിലത്തെ ശംഖിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻസ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഇപ്പം ശംഖ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 3 സൈഡിൽ നമുക്കൊരു ഡിസൈനും കൂടെ കൊടുക്കാം. അപ്പോൾ ഡിസൈൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വള്ളികളൊക്കെ വരച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ, ഈ ഒരു ഷേപ്പ് തന്നെ വരയ്ക്കുക. അത് 3 എണ്ണം ചേർത്ത് വരച്ചു കൊടുക്കുക. അത് ലെഫ്റ്റിലും റൈറ്റിലും 2 സൈഡിലും വരയ്ക്കുക. പിന്നെ ഏറ്റവും താഴെയായിട്ട് വരയ്ക്കാം, ടോപ്പിൽ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സുദർശന ചക്രം വരയ്ക്കുമ്പോഴും ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. തീജ്വാലകളൊക്കെ വരയ്ക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. ഈ രീതിയിൽ അടുക്കിയാണ് നമ്മൾ അഗ്നിയുടെ ആ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഡിസൈന് ശംഖിൻ്റെ ഇതിൽ വരച്ചു കൊടുക്കുക. അതല്ല പ്ലെയിനായിട്ട് വേണമെങ്കിൽ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. പക്ഷേ ഇത് സാധാരണ വരയ്ക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ വരച്ച് ശംഖ് കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് മ്യൂറലിൻ്റെ രീതിയിൽ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ മണിമാല ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതിനകത്ത് വരയ്ക്കണം. അത് നമ്മൾ ആദ്യമേ വരച്ച ആ ചുറ്റിക്കെട്ടുണ്ടല്ലോ, ആ ചുറ്റിക്കെട്ടിൻ്റെ അവിടെയാണ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വളഞ്ഞ ശംഖിൻ്റെ ആ ഒരു ഉരുണ്ട ഷേപ്പ് വരുവാൻ വേണ്ടിയിട്ട് നമുക്കതിനൊന്ന് വളച്ച് വരച്ച് കൊടുക്കണം. വളച്ച് വരച്ച് കൊടുക്കുമ്പോൾ മണിമാല ഡിസൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ഇടരേഖകളോടും കൂടെ ചേർത്ത് വരച്ച് കൊടുക്കുക. അപ്പം ഞാൻ പെൻ വെച്ച് ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അപ്പം പെൻസിൽ വെച്ച് തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും കാണുന്ന രീതിയിൽ മാത്രം സർക്കിൾസ് വരയ്ക്കുക കേട്ടോ, അല്ലാതെ കട്ടിക്ക് വരയ്ക്കരുത്. ആ സർക്കിൾസ് വരയ്ക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ എല്ലാം വരയ്ക്കാനായിട്ടാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടേതായ രീതിയിൽ വല്ല സ്റ്റൈലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഐഡിയാസൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുവരാം. ഈ താഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, താഴെ നമ്മൾ വരച്ചിരിക്കുന്നതിന് സർക്കിളിന് പകരം ഓവൽ ഷേപ്പ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ശംഖ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശംഖ്, ചക്രം, പിന്നെ നാമം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചക്രം പഠിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നീട് തിരുപ്പതി ഭഗവാന്റെ ഒരു ഫേസ് വരയ്ക്കാം. തിരുപ്പതി ഭഗവാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ 3 എണ്ണം വരയ്ക്കും, ശംഖും ചക്രവും നാമവും വരയ്ക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കളറിങ്ങും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ കളറിങ് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഡിസൈൻ വരച്ച് ഒന്ന് കൈവഴക്കം ആക്കി എടുക്കുക. ഇനി നമുക്കിതിൽ അലങ്കാരങ്ങൾ കൊടുക്കണം. നമ്മൾ മ്യൂറലിൽ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അലങ്കാരങ്ങൾ കൊടുക്കും. ഇവിടെ നമുക്ക് മണിമാല ഡിസൈൻ കൊടുക്കാം. മണിമാല ഡിസൈൻ കൊടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇപ്പോൾ കാണുന്നവരെങ്കിൽ ശ്രദ്ധിക്കുക, ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ഞാൻ മണിമാല ഡിസൈൻ ഫസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മണിമാല ഡിസൈൻ നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇടരേഖകളോട് കൂടി ചേർത്ത് ഇടരേഖകൾ വരയ്ക്കേണ്ട മെഷർമെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുക. അത് ഇപ്പോൾ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ഒന്ന് വളച്ച് വരയ്ക്കുക. ഒരുപാട് വളയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് വളച്ച്
വരയ്ക്കുമ്പോഴാണ് ആ ശംഖിൻ്റെ ഉരുണ്ട ഷേപ്പ് നമുക്ക് കിട്ടുക, സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസൈന്. നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് മാറി നിന്നത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് ഡൗൺ ആയി പോയിരുന്നു, ഇപ്പം ഞാൻ ഓക്കെ ആയി. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ആദ്യമേ 50 ഡേയ്സ് ചലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.